ഇരുളിൽ അലയും നരരെ തേടി തരയിൽ വന്നവനേ, കരകൾ പാപക്കരകൾ കഴുകും. ക്രിസ്തുയേശുവിന്റെ നിസ്തുല്യ നാമത്തിൽ ശുഭസന്ദേശത്തിലേക്ക് സ്വാഗതം. വിശുദ്ധ വേദപുസ്തകത്തിൽ യോഹന്നാൻ എഴുതിയ സുവിശേഷം 15-ാം അധ്യായം 1-ാം വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു: ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളിയും എൻ്റെ പിതാവ് തോട്ടക്കാരനും ആകുന്നു. കർത്താവായ യേശുക്രിസ്തു തന്നെ സാക്ഷാൽ മുന്തിരിവള്ളി എന്നും പിതാവായ ദൈവത്തെ തോട്ടക്കാരൻ എന്നും വിളിക്കുന്നു. ഒരു കർഷകൻ തോട്ടത്തിൽ മുന്തിരിവള്ളികൾ നടുന്നു, പിന്നീട് അത് താങ്ങിൽ ഉയരത്തിലേക്ക് കയറുന്നു. ലോകം ഒരു മുന്തിരിത്തോട്ടമോ അല്ലെങ്കിൽ പൂന്തോട്ടമോ ആണെങ്കിൽ പിതാവ് കർഷകനാണ്. ഈ തോട്ടത്തിൽ അവൻ വള്ളി നട്ടിട്ടുണ്ട്. അതായത് കർത്താവായ യേശുക്രിസ്തു മനുഷ്യരാശിയെ അവരുടെ പാപങ്ങളിൽ നിന്ന് മോചിപ്പിക്കാൻ ഈ ലോകത്തിലേക്ക് മനുഷ്യനായി അവതരിച്ചു. അവൻ അവരുടെ പാപത്തിൻ്റെ ഭാരം സ്വയം ഏറ്റെടുത്ത് ക്രൂശിൽ യാഗമായി 3-ാം ദിവസം മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. ഇപ്പോൾ കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഏതൊരാളും രക്ഷിക്കപ്പെടുന്നു. അവർ ഈ ലോകത്തിൽ കർത്താവിൻ്റെ ശിഷ്യന്മാരാണ്. കൊമ്പുകൾ മുന്തിരിവള്ളിയിൽ വസിച്ച് ഫലം കായ്ക്കുന്നത് പോലെ ശിഷ്യന്മാരും കർത്താവിൽ നിന്ന് ജീവൻ പ്രാപിച്ച് ദൈവത്തെ പ്രസാദിപ്പിക്കണം എന്നാണ് കർത്താവ് അവരെ പഠിപ്പിക്കുന്നത്. കർത്താവായ യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്തിലൂടെ ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന കൊമ്പുകളാകാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലേ? ദൈവം അതിനായി നിങ്ങളെ സഹായിക്കട്ടെ.